നല്ല മണാണ് കേട്ടത്. ഈ ഒരു മണത്തിന്റെ പോലെ തന്നെയാണ് ഇതിന്റെ ടേസ്റ്റും. ആ കഷ്ണൊക്കെ മുറിച്ചിട്ടുള്ള ഉരുളക്കിഴങ്ങിനെ നേരെ ആ കുക്കറിലേക്കാണ് മാറ്റി കൊടുക്കുക. ഈ ഉരുളക്കിഴങ്ങിക്ക് ലേശം മഞ്ഞൾപ്പൊടിയാണ് ഇട്ട് കൊടുക്കുക കേട്ടോ. കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുക്കുകയാണ്. ഇനി കുറച്ച് വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കുക കേട്ടോ. വേവിച്ചെടുക്കുക. 3-4 വിസിലൊക്കെ വന്നു കേട്ടോ. ഞാൻ അത് വാങ്ങട്ടെ. ഇനിയിപ്പോൾ നല്ലൊരു പാനാണ് ഞാൻ അടുപ്പത്ത് വെച്ചത് കേട്ടോ. നല്ല നാടൻ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു. കടുക് ഒന്ന് പൊട്ടിച്ചെടുക്കാം കേട്ടോ. ആദ്യം അരിഞ്ഞു വെച്ചിട്ടുള്ള ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് നല്ല ഗോൾഡൻ കളറൊക്കെ ആയി വരുന്നില്ല. ഈ ഒരു സമയത്താണ് നമ്മൾ ഈ ഒരു വറ്റൽമുളക് അരിഞ്ഞത് ചേർത്ത് കൊടുക്കേണ്ടത്. കറിവേപ്പില ഇപ്പോഴാണ് ഇട്ട് കൊടുത്തത്. വലിയ ഉള്ളിയും കൂടി ഉണ്ട് ചേർത്ത് കൊടുക്കാം. കുറച്ചും കൂടി ഉപ്പ് ചേർത്ത് കൊടുക്കാം കേട്ടോ. കുരുമുളക് പൊടിയായിട്ട് ചേർത്ത് വളരെ കുറച്ച് മഞ്ഞൾപ്പൊടി, ഒരു കുഞ്ഞു കഷ്ണം പട്ടയും കൂടിയാണ് ചേർത്ത് കൊടുത്തു കേട്ടോ. ഇളക്ക കിഴങ്ങൊക്കെ നന്നായിട്ടൊന്ന് ഉടച്ചു കൊടുക്കട്ടെ. ഈ ഒരു ഉള്ളിലേക്കാണ് മാറ്റി കൊടുക്കട്ടോ. ഈ ഒരു സമയത്ത് വെള്ളം പോരാന്ന് തോന്നുകയാണെങ്കിൽ കുറച്ചും കൂടി വെള്ളം ഒഴിച്ചെടുക്കട്ടോ. ഒരു സത്തൊക്കെ എന്നിട്ട് ഇറങ്ങട്ടെ. അപ്പൊ ഞാൻ കുറച്ച് സമയം അടച്ചു വെച്ചിട്ടുണ്ട്. തുറക്കട്ടെ. നന്നായിട്ട് സൈഡിൽ നിന്നൊക്കെ ഇങ്ങനെ ചെറുതായിട്ട് തിളക്കിണ്ട്. ഇത്ര മതിട്ടോ. ആവശ്യത്തിന് കുറച്ച് മല്ലിയിലതാ ഇങ്ങനെ അങ്ങോട്ട് ചേർത്ത് കൊടുത്താൽ കഴിഞ്ഞു പരിപാടി. എനിക്ക് ഇഷ്ടപ്പെട്ടു. നിങ്ങളെല്ലാരും ഇതേ രീതിക്ക് തന്നെ ഉണ്ടാക്കി നോക്കണം കേട്ടോ.